ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അലം തറ അന്ന അല്ലാഹ യൂലിജുൽ ലൈല ഫിൻ നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വസഖറ അശ്-ശംസ വൽ ഖമർ എന്ന് തുടങ്ങി നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ കഴിവിനെ, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ അറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞത് ഈ പ്രാപഞ്ചികമായി, അതേപോലെ തന്നെ വാനലോകത്ത് ദൃശ്യവും അനുഭവ വേദ്യവുമായ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അത് അള്ളാഹുവിൻ്റെ കഴിവിനെ അറിയിക്കുന്ന വിഷയത്തിലുള്ളതാണ് നമ്മൾ പറഞ്ഞത്. എന്നിട്ട് പിന്നെ പറഞ്ഞു ദാലിക ബിഅന്ന അല്ലാഹു അൽ ഹഖ് വഅന്നമാ യദ്ഊന മിൻ ദൂനിഹിൽ ബാത്തിൽ എന്ന് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞു. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കഴിവിനെയും അള്ളാഹുവിൻ്റെ റഹ്മത്തിനെയും ഈ ഭൂമിയിൽ മറ്റേത് പറഞ്ഞത് വാനത്ത്, അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ ദൃശ്യമാകുന്ന അനുഭവങ്ങളാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ഇവിടെ ഇനി തുടർന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ദൃശ്യമാകുന്ന അള്ളാഹുവിൻ്റെ ചില അനുഗ്രഹങ്ങൾ, അതേപോലെ അള്ളാഹുവിൻ്റെ കഴിവിനെ അറിയിക്കുന്ന അടയാളങ്ങൾ, അതാണ് ഇവിടെ തുടർന്നുള്ളത്. അള്ളാഹു പറയുന്നത് അലം തറ അന്നൽ ഫുൽക തജ്രി ഫിൽ ബഹ്രി ബിനിഅമത്തില്ലാഹി ലിയുരിയകും മിൻ ആയാതിഹി ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ. എൻ്റെ ഇവിടെ അലം തറ, നീ കണ്ടില്ലേ? കഴിഞ്ഞ ഇതിൽ നമ്മൾ പറഞ്ഞല്ലോ, അലം തറ, നീ കണ്ടില്ലേ. ഈ നീ എന്നുള്ളത് ആരോടൊക്കെയാണോ അതിൻ്റെ അഭിസംബോധന, അവരോടൊക്കെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ പ്രഥമ അഭിസംബോധിതനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുടർന്ന് ഈ ആയത്ത് ആരോടൊക്കെ ഓതുന്നു അവരൊക്കെ ഇതിൻ്റെ അഭിസംബോധിതരാണ്. അലം തറ, നീ കണ്ടില്ലേ എന്ത്? അന്നൽ ഫുൽക, തീർച്ചയായും, അൽ ഫുൽക്ക്, തജ്രി ഫിൽ ബഹർ, തജ്രി എന്ന് പറഞ്ഞാൽ ജറ യജ്രി, അത് ചലിക്കുന്നു, സഞ്ചരിക്കുന്നു. തജ്രി ഫിൽ ബഹർ, ബഹർ സമുദ്രത്തിൽ. ബിനിഅമത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ നിഅമത്ത് കൊണ്ട്, അല്ലെങ്കിൽ നിഅമത്ത് കാരണത്താൽ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നിഅമത്തിനാൽ, ലിയുരിയകും മിൻ ആയാതിഹി, ലിയുരിയക്കും, അവൻ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി, മിൻ ആയാതിഹി, അവൻ്റെ ആയത്തുകളിൽ ചിലത്, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ. ഇന്ന, തീർച്ചയായും, ഫീ ദാലിക, ഇതിലുണ്ട്, ലആയാതിൻ, ആയത്തുകൾ, ലികുല്ലി സബ്ബാരിൻ ശകൂർ, എല്ലാ സബ്ബാറിനും ശക്കൂറിനും. നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ അടയാളം അത് ഈ മണ്ണിൽ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ധാരാളമാണ്. അതിലൊന്ന് അതാണ് ഇവിടെ അള്ളാഹു അറിയിക്കുന്നത്. ഇവിടെ അലം തറ അന്നൽ ഫുൽക്ക്, അൽ ഫുൽക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പൽ. വിശുദ്ധ ഖുർആനിൽ ഫലക്ക് ഉണ്ട് അല്ലേ? ഫലക്ക്, ഫുൽക്ക്, ഫലക്ക്, കുല്ലും ഫി ഫലക്കിൻ യസ്ബഹൂൻ. ഫലക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മദാറുൻ നുജൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭ്രമണപഥത്തിന് ഫലക്ക് എന്ന് പറയും. അതേപോലെ തന്നെ ഫലക്ക്, അഫ്ലാക്ക് എന്ന് പറയും നക്ഷത്രങ്ങൾക്ക് ഫലക്ക്, അഫ്ലാക്ക് എന്ന് പറയും. ഇവിടെ ഫുൽക്ക് എന്ന് പറയുമ്പോൾ അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സഫീന, കപ്പൽ. അത് ബഹുവചനം, ഏകവചനം, സ്ത്രീലിംഗം, പുല്ലിംഗം ഒക്കെ ഫുൽക്ക് എന്നാ പറയുക.
ഒരു കപ്പലിന് ഫുൽക്ക് എന്ന് പറയും, കുറേ കപ്പലുകൾക്ക് ഫുൽക്ക് എന്ന് പറയും. സ്ത്രീലിംഗമായിട്ടും പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്, പുല്ലിംഗമായിട്ടും പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഫുൽക്ക് ആരായിട്ടാണ് പ്രയോഗിച്ചത്? അൽ ഫുൽക്ക തെജിരി, സ്ത്രീലിംഗമായിട്ടാണ് പ്രയോഗിച്ചത്. അതുപോലെ പുല്ലിംഗമായിട്ടും പ്രയോഗിച്ചിട്ടുണ്ട്. അന്നൽ ഫുൽക്ക് കപ്പൽ അല്ലെങ്കിൽ കപ്പലുകൾ, കപ്പലുകൾ തെജിരി അത് സഞ്ചരിക്കുന്നു, ഫിൽ ബഹ്റി ബഹർ സമുദ്രത്തിൽ, സമുദ്രത്തിൽ ബഹർ. ബിനിഅമത്തില്ല, ബിനിഅമത്തില്ല അവിടെ അബ ബിനിഅമത്തില്ല. ഒന്നുകിൽ ബാബുൽ മുസാഹബ അല്ലെങ്കിൽ മുസാഫിലേക്ക് ബാ ഉൽ മുസാഹബ എന്ന് പറയും, അല്ലെങ്കിൽ മുലാബസ എന്ന് പറയും. അപ്പം അതിൻ്റെ അർത്ഥം ഒന്ന് വേറെയാണ്. അല്ലെങ്കിൽ സബബിയ എന്ന് പറയും ഈ ബാക്ക്. അപ്പം അതിൻ്റെ അർത്ഥം വേറെയാണ്. അള്ളാഹുവിൻ്റെ നിഅമത്ത് അതുമായി സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന. അപ്പം അള്ളാഹുവിൻ്റെ നിഅമത്തുമായി സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ? നിഅമത്ത് അതിൽ ഉള്ള അവസ്ഥയിൽ, നിഅമത്തുകൾ അതിലുള്ള അവസ്ഥയിൽ മനുഷ്യന്മാർക്ക് വേണ്ട വസ്തുവകകൾ, ഉപജീവനങ്ങൾ, കപ്പൽ വഹിക്കുന്ന സാധന സാമഗ്രികൾ ഉണ്ടല്ലോ, അതോടുകൂടി അത് ചലിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ നിഅമത്ത് എന്ന് ഖിറാഅത്തുള്ളത് പോലെ നിഅമാത്ത് എന്നും ഖിറാഅത്തുണ്ട്. നിഅമാത്ത് എന്ന് പറഞ്ഞാൽ നിഅമത്തുകൾ ധാരാളം, അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ ധാരാളം, അതുമായി ബഹറിൽ ഇത് സഞ്ചരിക്കുന്നു. ഇനി സബബിയാവുമ്പോൾ അള്ളാഹുവിൻ്റെ നിഅമത്ത് കാരണത്താൽ സമുദ്രത്തിൽ ചലിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ നിഅമത്ത് കാരണത്താൽ, അള്ളാഹുവിൻ്റെ നിയമത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരം, അള്ളാഹുവിൻ്റെ പ്രാപഞ്ചികമായ നിർണയപ്രകാരം. ഒരു സൂചി വെള്ളത്തിലിട്ടാൽ സൂചി താഴും, മുങ്ങും. പക്ഷേ എത്ര ഭീമാകാരങ്ങളാണ് കപ്പലുകൾ, അതിനെത്ര തട്ടുകൾ, എത്ര വലിപ്പം. എന്നിട്ട് കപ്പൽ അള്ളാഹുവിൻ്റെ ഇതിന് പ്രകാരമാണത് സമുദ്രത്തിൽ പൊന്തി നിൽക്കുന്നു, അത് സമുദ്രമാർഗേന ചലിക്കുന്നു, സഞ്ചരിക്കുന്നു എന്നുള്ളത്. അപ്പം ഇവിടെ അള്ളാഹുവിൻ്റെ നിഅമത്ത് കാരണത്താൽ തജ്രീഫിൽ ബഹർ, ഈ കപ്പലുകൾ സമുദ്രത്തിൽ സഞ്ചരിക്കുന്നു. അതൊക്കെയും ലിയുരിയക്കും മിൻ ആയാതിഹി, ലിയുരിയക്കും നിങ്ങൾക്ക് അവൻ കാണിക്കുന്നതിന് വേണ്ടിയാണ്. ലാമു തഅലീൽ എന്ന് പറയും, നിങ്ങൾക്ക് അവൻ കാണിക്കുന്നതിന് വേണ്ടിയാണ്. മിൻ ആയാതിഹി, അള്ളാഹുവിൻ്റെ ആയത്തിൽ ചിലത്. മിൻ എന്ന് പറഞ്ഞാൽ അവിടെ തബഈദ് എന്ന് പറയും. തബഈദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആയത്തുകളല്ല, പിന്നെയോ അള്ളാഹുവിൻ്റെ ആയത്തുകൾ ചിലത്. എന്താണ് അള്ളാഹിൻ്റെ ആയത്തുകളിൽ? അള്ളാഹുവിൻ്റെ ആയത്തുകൾ, ഇവിടെ അള്ളാഹുവിൻ്റെ ആയത്തുകളുടെ പ്രത്യേകത, അള്ളാഹ്ക്ക് രണ്ട് കിതാബുകളാണ്. ആയത്തുകളുടെ രണ്ട് കിതാബുകൾ. ഒന്ന് ഈ കിതാബ് അല്ലേ, വേദമാകുന്ന കിതാബ്, ഇതിൽ ആയത്തുകളുണ്ട് അല്ലേ. ഇത് മഖ്റൂഅത്തായ, മത്ലൂവത്തായ ആയത്തുകളാണ്, പാരായണം ചെയ്യപ്പെടുന്ന ആയത്തുകൾ അടങ്ങിയ കിതാബാണ് അല്ലേ. പിന്നെ അള്ളാഹിൻ്റെ ഒരു കിതാബ് ഈ ഉലകാണ്, ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിൽ ധാരാളം ആയത്തുകളുണ്ട്. ആ ആയത്തുകൾ എന്തിനുള്ളതാണ്? അത് മുശാഹദത്തിനുള്ളതാണ്, നമ്മൾ ദർശിക്കാൻ, നമ്മൾ ചിന്തിക്കാൻ ഉള്ള ആയത്തുകൾ. അങ്ങനെ രണ്ട് കിതാബുകളാണ് അള്ളാഹ്ക്ക്. ഒന്ന് ഈ കിതാബ്, പാരായണം ചെയ്യപ്പെടുന്ന കിതാബ്. മറ്റൊന്ന് ഈ ദൃശ്യമായ ഈ ഉലകമാകുന്ന കിതാബ്, അതിലുള്ള ആയത്തുകൾ. അത് ആയത്താണ് ഇവിടെ ഉദ്ദേശം. ലിയുരിയക്കും, അള്ളാഹു നിങ്ങൾക്ക് കാണിക്കാം, മിൻ ആയാതിഹി, അവൻ്റെ ആയത്തുകളിൽ നിന്ന് ചിലത് എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ കപ്പൽ സഞ്ചാരത്തിൽ ഉണ്ടല്ലോ, എന്താണ് ഈ ആയത്തുകൾ? ഒന്ന് ചിലർ പറഞ്ഞത് ഈ കപ്പലിൻ്റെ ആ സഞ്ചാരം തന്നെ, കപ്പലിൻ്റെ ആ ജെറിയാൻ, കപ്പലിൻ്റെ സഞ്ചാരം. പണ്ട് കാലം മുതൽ ഇപ്പോൾ കപ്പലിൽ സഞ്ചരിച്ച നബിമാർ, കപ്പലിൽ കയറിയ നബിമാരൊക്കെ, ഒന്ന് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത്ര മനുഷ്യന്മാരുടെ അൽ അബുസാനി, രണ്ടാമത്തെ വാപ്പയാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് അള്ളാഹ് പറയുന്നത് വസ്നഇൽ ഫുൽക്ക്, അള്ളാഹ് പറഞ്ഞാണ് വസ്നഇൽ ഫുൽക്ക്, നിങ്ങൾ ഫുൽക്ക് ഉണ്ടാക്കൂ, കപ്പലുണ്ടാക്കൂ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഫഅൻജയ്നാഹു വമൻ മഅഹു ഫിൽ ഫുൽക്ക്,
നൂഹിനെയും അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും ഫുൽക്കിൽ നാം രക്ഷപ്പെടുത്തിയെന്നാണ്. ഫുൽക്കിൽ. അപ്പോൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഫുൽക്ക് ഉണ്ടാക്കി അതിൽ സഞ്ചരിച്ചു അല്ലേ. പിന്നെ ഫുൽക്കുമായി ബന്ധപ്പെട്ട നബി ആരാ? യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം. ഇത് അബഖ ഇലൽ ഫുൽക്കിൽ മഷ്ഹൂൻ. അൽ ഫുൽക്ക് അൽ മഷ്ഹൂൻ എന്ന് പറഞ്ഞാൽ ഭാരം നിറക്കപ്പെട്ട ഫുൽക്ക്, അതിലേക്ക് ഓടി എന്നാണ്. ആര്? യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നെ ആര്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം എവിടെ ഫുൽക്ക്? ഫൻതലഖ ഹത്താ ഇദാ റക്കിബ ഫിസ്സഫീനത്തി ഖറഖഹ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചപ്പോൾ നബിമാരിൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ, അന്ന് കപ്പലുണ്ടാക്കി കപ്പലിൽ സഞ്ചരിച്ച മഹാനാണ്. അപ്പോൾ കപ്പലിൻ്റെ പിന്നെ സഞ്ചാരം അത് പിന്നെ പണ്ട് കാലങ്ങളിൽ നിർമ്മിക്കുന്നത് ദാത്തി അൽവാഹിൻ വദുസുർ അല്ലേ, പലകകൾ കൊണ്ട് അതേപോലെ തന്നെ ആണികൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായ കപ്പലല്ലേ. ആ കപ്പലും അത്യാധുനികതയിൽ നിർമ്മിക്കപ്പെടുന്ന ബഹുനിലകളുള്ള അത്യാധുനിക കപ്പലുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സഞ്ചരിക്കുന്നത് പിന്നെ കടലിൽ അത് മഹാത്ഭുതമാണ് ഉണ്ടല്ലോ. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത്, താബീഈങ്ങളിൽപ്പെട്ട ചിലരൊക്കെ പറഞ്ഞ് ഒന്നാമത്തെ ലീ ഉരിയക്കും നിങ്ങളെ കാണിക്കാൻ മിൻ ആയാത്തിഹി, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ നിന്ന് ചിലതെന്ന് പറഞ്ഞാൽ ഈ കപ്പലിൻ്റെ പ്രയാണമാണ്, അതിൻ്റെ ഒഴുക്കാണ്, അതിൻ്റെ ആ സഞ്ചാരമാണ്. കാറ്റിന് അനുകൂലമായും കാറ്റിന് പ്രതികൂലമായും തിരമാലകളെ തുളച്ചും മറ്റുമൊക്കെയായിട്ടുള്ള കപ്പലിൻ്റെ പ്രയാണം അത് മഹാ അത്ഭുതമാണ്. ആ സഞ്ചാരമാണ് ഈ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞവരുണ്ട്. പിന്നെ കപ്പൽ സഞ്ചാരത്തിൽ കാണുന്നതായ മറ്റു പിന്നെ അത്ഭുതങ്ങൾ, കപ്പൽ പിന്നെ സമുദ്രം ഏതവസ്ഥയിലായാലും, ശാന്തമായാലും സമുദ്രം പ്രക്ഷുബ്ധമായാലും ഒക്കെ കപ്പലിൻ്റെ ആ സ്ഥിതിവിശേഷം, ആ കപ്പൽ ആകുന്ന അത്ഭുതം അതിവിടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ആയത്ത് കൊണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കപ്പൽ സഞ്ചാരത്തിൽ കാലാവസ്ഥയും അതേപോലെ തന്നെ വാന നിരീക്ഷണവും മറ്റുമൊക്കെ മഹാദൃഷ്ടാന്തങ്ങളാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ അത്യാധുനികതയിൽ പിന്നെ ആഴികൾ നിരീക്ഷിക്കുന്നത് അതൊക്കെ ദൃഷ്ടാന്തങ്ങളാണ്. എന്തായാലും പിന്നെ ഈ കപ്പൽ സഞ്ചാരത്തിൽ പിന്നെ ഈ നക്ഷത്രങ്ങളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചതിനെ കുറിച്ച് എന്താ പറഞ്ഞത്? വഅലാമാത്തിൻ എന്നല്ല പറഞ്ഞത്, സിഗ്നലുകളാണെന്ന് പറഞ്ഞത്, അടയാളങ്ങളാണ്. ആർക്ക്? കപ്പൽ സഞ്ചാരികൾക്ക് ദൃഷ്ടാന്തങ്ങളാണ് നക്ഷത്രങ്ങൾ. അപ്പോൾ അങ്ങനെ ദൃശ്യമാകുന്ന കുറേ ദൃഷ്ടാന്തങ്ങൾ, പല ദൃഷ്ടാന്തങ്ങളുണ്ട്. ഏതായാലും ലീ യുരിയക്കും, അള്ളാഹു നിങ്ങളെ കാണിക്കാൻ വേണ്ടി മിൻ ആയാത്തിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ചിലത്. ചിലർ പറഞ്ഞത് കപ്പൽ വഹിക്കുന്ന വിഭവങ്ങൾ, ഭാരങ്ങൾ, അതിൻ്റെ പിന്നെ ആധിക്യവും വർധനവും. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാരം വഹിക്കുന്ന വാഹനം ഏതാ? കപ്പലല്ലേ? അതോ നമ്മളെ പോയിട്ടും തീരാത്ത ജന്തു വരല്ലേ, ട്രെയിൻ? ഗുഡ്സല്ല, കപ്പലാണ്. ഒരു കപ്പൽ വഹിക്കുന്ന ഭാരങ്ങൾ, കപ്പൽ തന്നെ മഹാത്ഭുതമല്ലേ. അതിൽ ഏറ്റവും കൂടുതൽ ലോകത്ത് ഭാരം വഹിക്കുന്ന വാഹനം കപ്പലാണ്. എന്നിട്ടതാണ് ഈ പിന്നെ ജലാശയത്തിൽ, സമുദ്രത്തിൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലർ പറഞ്ഞത് ലീ യുരിയക്കും മിൻ ആയാത്തിഹി, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ നിന്ന് ചിലത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞെങ്കിൽ കപ്പൽ വഹിക്കുന്ന ഭാരങ്ങൾ, അതിൻ്റെ വൈവിധ്യങ്ങൾ അതിനാൽ ഉണ്ടല്ലോ പിന്നെ ലോകത്ത് നടക്കുന്ന വിപണനങ്ങൾ, വാണിജ്യങ്ങൾ, കരയിൽ നിന്ന് മറുകരയിലേക്ക് ഇത്രയധികം സാധന സാമഗ്രികൾ വഹിച്ചു കൊണ്ടുപോകുമ്പോൾ നാഗരികതകൾ, ജനജീവിതങ്ങൾ, അതേപോലെ തന്നെ ഇനി കൊണ്ടുപോകുന്നത് വിജ്ഞാന സ്രോതസ്സുകളാണ് എങ്കിൽ, ഗ്രന്ഥശേഖരങ്ങളും മറ്റു വിജ്ഞാന സ്രോതസ്സുകളുമാണ് എങ്കിൽ, സംസ്കാരങ്ങളുടെ വിജ്ഞാനങ്ങളുടെ കൈമാറ്റങ്ങൾ മഹാത്ഭുതമല്ലേ. കപ്പൽ ഏറെ ഭാരം ഈ രീതിയിലൊക്കെ വഹിക്കുന്ന വാഹനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് അൻത സഫീന എന്ന് പറഞ്ഞത്. അൻത സഫീന ആരെ പറഞ്ഞേ? സഈദ് ഇബ്നു ജുംഹാൻ അല്ലെങ്കിൽ ജുഹ്മാൻ, സഈദ് ഇബ്നു ജുഹ്മാൻ പിൽക്കാലത്ത് താബിഈങ്ങളിൽ ഒരാളാണ്. അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗല ഉമ്മു സലമ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹയുടെയും മൗല അദ്ദേഹത്തിൻ്റെ കൂടെ 8 ദിവസം പാർത്തു എന്നാണ്. സമാനിയ ലയാലി,
8 രാവുകൾ പാർത്തു എന്നാണ്. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ ചോദിച്ചു പഠിക്കാൻ വേണ്ടിയിട്ട്, ചോദിച്ചു പഠിക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ് മസ്മുക്ക്, അങ്ങയുടെ പേരെന്താണെന്ന്. ആരോട്? പിന്നെ ഈ മൗലയോട്, റസൂലുള്ളാഹിൻ്റെ മൗലയോട് ചോദിക്കും അങ്ങയുടെ പേരെന്താണ്. അപ്പോൾ അദ്ദേഹം പറയും പിന്നെ എൻ്റെ പേര് ഞങ്ങളോട് പറയില്ല. ആ 8 ദിവസവും ഹദീസ് പഠിക്കാനാണ് സയ്യിദ് വന്നത്. പക്ഷെ ഹദീസ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ലാതെ പേര് പറയില്ല. ഇദ്ദേഹമാണെങ്കിലോ കരുതി കൂട്ടി പേര് ചോദിക്കാണ്, മസ്മുക്ക് മസ്മുക്ക്. അപ്പോൾ ഞാൻ പറയില്ല എന്ന് പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് പേര് പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ പേര് പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് സഫീന എന്ന് പേരിട്ടതിൽ പിന്നെ എന്നാണ്, എന്നെ വിളിച്ചതിൽ പിന്നെ. സഫീന എന്ന് റസൂൽ എന്നെ വിളിച്ചതിൽ പിന്നെ ഞാൻ പിന്നെ എൻ്റെ പേര്, അത് അദ്ദേഹത്തിന് പേരുണ്ട്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മെഹ്റാൻ എന്നാണ്. മെഹ്റാൻ എന്നാണ്. പക്ഷേ ഈ മെഹ്റാൻ ഒരു യാത്രയിൽ ആളുകൾ യാത്രാവിഷമത്തിൽ, യാത്രാക്ഷീണത്തിൽ, ക്ലേശത്തിൽ അവർക്ക് സാധനങ്ങളൊക്കെ ഏറ്റാൻ പ്രയാസമായി. അപ്പോൾ എന്ത് ചെയ്ത് ആളുകൾ അവരുടെ ലോഡ് ഉറക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവരുടെ വാളുകൾ, അതേപോലെ തന്നെ യുദ്ധോപകരണങ്ങളിലൊക്കെ ഇദ്ദേഹത്തിനെ ഏൽപ്പിക്കും. അദ്ദേഹമാണെങ്കിൽ ഒരു തുണി വിരിച്ചിട്ട് അതിലേക്ക് അതൊക്കെ വാങ്ങി, എല്ലാവരും വാങ്ങിയിട്ട് അദ്ദേഹം അത് പുറത്തിട്ടിട്ട് കൂളായിട്ട് ഏറ്റിപ്പോവുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തോട് പറഞ്ഞാണ് അൻത സഫീന, നിങ്ങൾ സഫീനയാണ്. കാരണം സഫീനക്കാണ് എന്ത് ഏറ്റവും കൂടുതൽ ഭാരം താങ്ങാനും വഹിക്കാനും അതിനുള്ള വിശാലതയും അത് പോകാനുള്ള വഴിയും ഒക്കെ ആർക്കാ? സഫീനക്കല്ല, സമുദ്രത്തിലെ സഫീനക്കാണ്. അപ്പോൾ ആ നിലക്ക് റസൂൽ അദ്ദേഹത്തെ അൻത സഫീന എന്ന് പറഞ്ഞു. അത് റസൂൽ അദ്ദേഹത്തിന് വിശേഷിപ്പിച്ചതിൽ പിന്നെ അദ്ദേഹം എല്ലാവരോടും സഫീന എന്ന് പറയാം. സഫീന എത്ര ഇമാം ഹാക്കിം മുസ്തദറക്കിൽ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, ഞാനൊരു സമുദ്രയാത്രയിലായിരുന്നു. അപ്പോൾ കപ്പൽ തകർന്നു, ഞാൻ പിന്നെ സമുദ്രജലത്തിൽ വീണു, ഒരു പലകയിൽ രക്ഷപ്പെട്ടു. ആ പലക എന്നെ ഒരു അജിമ്മയിൽ കൊണ്ടുപോയി തള്ളിയതാണ്. അജിമ്മ എന്ന് പറഞ്ഞാൽ ഈ കുറ്റിച്ചെടികൾ നിറഞ്ഞു നിൽക്കുന്ന കുന്ന് പ്രദേശം. അവിടേക്ക് കൊണ്ടുപോയിട്ട് തന്നെ ഈ പിന്നെ സമുദ്രം ഈ പലകയിൽ എന്നെ തള്ളി എന്നാണ്. അങ്ങനെ ഞാൻ ആ അജിമ്മയിലെത്തിയപ്പോൾ അവിടെ വിജനമാണ്, ആ സ്ഥലം വിജനാണ്, കുറ്റി ചെടികൾ നിറഞ്ഞ ഒരു വിജനാണ്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഒരു സിംഹം ഓടി വരികയാണ്, എന്നെ ലക്ഷ്യമാക്കിയിട്ട് ഓടി വരികയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതാണ്. അതായത് സിംഹം വന്നപ്പോൾ സിംഹം ചാടുകയാണ് അദ്ദേഹത്തിന് നേരെ. അപ്പോൾ അദ്ദേഹം പറയാണ്, അബൽ ഹാരിസ് അന സഫീനത്തു മൗല റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൽ ഹാരിസ് എന്ന് പറഞ്ഞാൽ സിംഹത്തിന് അറബികൾ വിളിക്കുന്ന പേരാണ്. അബുൽ ഹാരിസ് എന്നാ വിളിക്കാം സിംഹത്തിന്. അബുൽ ഹാരിസ് അന സഫീനത്തു മൗല റസൂലില്ലാ, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മൗലയായ സഫീനയാണ് എന്ന് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഹദീസിൽ കാണാം, അദ്ദേഹം പറയാണ് അത് ആ സിംഹം ചാടി സിംഹം അങ്ങനെ വീണു എന്നാണ്. അതിങ്ങനെ തല താഴ്ത്തി നിവർത്തിയ വാല് താഴ്ത്തി ഇങ്ങനെ അതിനൊരു ഹദീസിൽ ബസ്ബസ എന്നതിന് പറയാം, ബസ്ബസ. അത് ശിരസ് നമ്രമാക്കിയിട്ട് ഇങ്ങനെ വന്നു എന്നാണ്. പിന്നെ അത് ഹദീസിൽ ഇത് പറയണം, അതിൻ്റെ ഒരു ഷക്ക്, ഒരു സൈഡ് ഉണ്ടല്ലോ, എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് അത് എന്നെ തിരക്കി എന്നെ വഴിയിലേക്ക് എത്തിച്ചു. അങ്ങനെ ഞാൻ ശരിയായ വഴി പ്രാപിച്ചപ്പോൾ കാനലഹു ഹംഹമ, ഇങ്ങനെ അതൊന്നും ഇങ്ങനെ മുരണ്ടു എന്നാണ്. ഹംഹമ കഅന്നഹു യുവദ്ദിഉനി, അതെന്നോട് യാത്ര പറയുന്നത് പോലെ എന്നെ വഴിയിലേക്ക് എത്തിച്ചിട്ട് ഒരു മുരള ശബ്ദം ഉണ്ടാക്കിയിട്ട് അത് പോയി എന്നാണ് പറയുന്നത്. അലാ കുല്ലി അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻത സഫീന എന്ന് പറഞ്ഞത്, താങ്കൾ സഫീന എന്ന് അവിടെ പറയാൻ കാരണം എന്താണ്? അദ്ദേഹം കൂടുതൽ പിന്നെ ആളുകളുടെ ഈ സാധനങ്ങളൊക്കെ ഏറ്റി വാങ്ങിയിട്ട് അത് ഏറ്റി കുഴപ്പമില്ല പറഞ്ഞു വരുന്നത് ഇവിടെ ലിയുരിയകും മിൻ ആയാതിഹി, അള്ളാഹുവിൻ്റെ ആയത്തിൽ നിന്ന് ചിലത് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയതാണ്. ആ ആയത്തുകൾ ഏതെല്ലാം? അപ്പോൾ അത് പലത് പറഞ്ഞിട്ടുണ്ട്. സമുദ്രത്തിൽ പല പിന്നെ ദൃഷ്ടാന്തങ്ങൾ സമുദ്രയാത്രയിൽ ദൃശ്യമാണ്. അതൊക്കെ പിന്നെ അതിലേറ്റവും കൂടുതൽ ഉള്ള ഒരു വിഷയം, ഈ കപ്പലാകുന്ന വാഹനം ഇതര വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അത് വിശാലമാണ്, അത് പിന്നെ ഉയരവും താഴ്ചയും ഒക്കെ ഉള്ളതാണ്. അതിൻ്റെ ധർമ്മങ്ങൾ പലതാണ്, അത് ചുമക്കുന്നത്, വഹിക്കുന്നത്, കൊണ്ടെത്തിക്കുന്നത്, അതിൽ പല വിഷയങ്ങളും. ഏറ്റവും കൂടുതൽ ഈ കപ്പലുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ധർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സംസ്കാരങ്ങളുടെ നാഗരികതകളുടെ കൈമാറ്റം, സംസ്കാരങ്ങൾ നാഗരികതകൾ
പിന്നെ ഈ ഉപജീവന വസ്തുവകകളുടെയൊക്കെ കൈമാറ്റം അത് വേറെ വിഷയം. ഏറ്റവും കൂടുതൽ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് ഈ ഭൂഖണ്ഡത്തിലെ സംസ്കാരങ്ങൾ, നാഗരികതകൾ, വിജ്ഞാനങ്ങൾ അത് കൈമാറുന്നതിൽ കപ്പലുകളുടെ പങ്ക് പ്രത്യേകം പരാമർശമാണ്. അലാ കുല്ലി അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ചിലത് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ നിഅമത്തിനാൽ അല്ലെങ്കിൽ ആ നിഅമത്തുമായി ബഹറിൽ അന്നൽ ഫുൽക തജ്രി കപ്പൽ സഞ്ചരിക്കുന്നു. അത് അലം തറ താങ്കൾ കണ്ടില്ലേ എന്നാണ്. അള്ളാഹുവിൻ്റെ നിഅമത്തുകളായി, അള്ളാഹുവിൻ്റെ കഴിവുകളായി ഒക്കെ ഇത് ധാരാളം തെളിവാണ്, വലിയ തെളിവാണ്. എന്നിട്ട് പറയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ. ഇന്ന ഫീ ദാലിക്, ഇതിൽ ഉണ്ട് എന്നാണ്. ഇതിൽ ദാലിക് എന്നാ പ്രയോഗിച്ചത്. ഹാദ എന്ന അല്ലേ, അടുത്തേക്ക് ചൂണ്ടാൻ എന്താ പറയുക? ഹാദ ഹാദിഹി, അടുത്തേക്ക് ചൂണ്ടാൻ. ദാലിക തിൽക എന്നൊക്കെ ഇസ്മുൽ ഇഷാറ ലിൽ ബഈദ്, ദൂരത്തേക്ക് ചൂണ്ടാനാണ്. ഇവിടെ ചൂണ്ടുന്നത് എവിടുക്കാ? തൊട്ട് മുമ്പേ പരാമർശിതമായതിലേക്കാണ്. ഇന്ന ഫീ ദാലിക് എന്നാണ്. ഇന്ന ഫീ ഹാദ എന്ന് പറയാതെ ഇന്ന ഫീ ദാലിക് പറഞ്ഞു. ഇതിലുണ്ട് എന്നാണ്. എന്തിനാണ് ഇസ്മുൽ ഇഷാറ ഈ ഇങ്ങനെ ചൂണ്ടാനുള്ള നാമം ഹാദ എന്നത് പ്രയോഗിക്കാതെ അത് പ്രയോഗിക്കേണ്ടടുത്ത് ദാലിക പ്രയോഗിച്ചത് അല്ലേ? അത് ഈ ചൂണ്ടുന്നത് മഹനീയം, പ്രത്യേകം പ്രസ്താവ്യം എന്ന ആശയത്തെ ദ്യോതിപ്പിക്കാനാണ്. അപ്പോൾ ഇന്ന ഫീ ദാലിക് എന്ന് പറഞ്ഞത് ഈ ചൂണ്ടപ്പെടുന്ന ഈ വിഷയം അത് വളരെ പ്രസ്താവ്യമാണ്, പ്രാധാന്യമുള്ളതാണ്, മഹനീയമാണ് എന്നതിനാലാണ് അത് അങ്ങനെ പ്രയോഗിക്കുന്നത്. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി. ദാലിക്കൽ കിതാബ് എന്നാൽ ഈ കിതാബല്ലേ. ഹാദൽ കിതാബ് എന്ന് പറയാം. ദാലിക പറഞ്ഞ എന്തിനാ? ഈ കിതാബിൻ്റെ മഹാത്മ്യം, അതിൻ്റെ സവിശേഷത അതിനെ ദ്യോതിപ്പിക്കാനാണ്. അതാണ് ഭാഷ. അത് ഭാഷൻ്റെ ഒരു പ്രത്യേകതയാണ്. അലാ കുല്ലി ഇന്ന ഫീ ദാലിക്, ഈ പറഞ്ഞതിൽ ഇതിലുണ്ട് തീർച്ചയായും ലആയാത്തിൻ. ആയാത്താണ് ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞ പോലെ. ലആയാത്തിൻ ദൃഷ്ടാന്തങ്ങൾ. ആർക്ക്? ലികുല്ലി സബ്ബാരിൻ ഷകൂരിൻ. അവിടെ സബറിൽ നിന്നാണ് സബ്ബാർ, ശുക്രിൽ നിന്നാണ് ഷക്കൂർ അല്ലേ? സബറിൽ നിന്ന് സബർ ക്ഷമ, ശുക്ർ നന്ദി അല്ലേ? സാബിർ ക്ഷമിക്കുന്നവൻ, ഷാക്കിർ നന്ദി പ്രകാശിപ്പിക്കുന്നവൻ. അതിൻ്റെ അഗാധാർത്ഥ പ്രയോഗമാണ് സബ്ബാർ, നന്നായി ക്ഷമിക്കുന്നവൻ. ഷക്കൂർ നന്നായി ശുക്ർ അർപ്പിക്കുന്നവൻ, നന്ദി പ്രകാശിപ്പിക്കുന്നവൻ, നന്ദി കാണിക്കുന്നവൻ. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ. എല്ലാ നന്നായി ക്ഷമിക്കുന്നവർക്കും അതേപോലെ നന്നായി നന്ദി പ്രകാശിപ്പിക്കുന്നവർക്കും ഉണ്ട് ഇതിൽ ദൃഷ്ടാന്തങ്ങൾ എന്നാണ്. ദൃഷ്ടാന്തങ്ങളാണ്. അപ്പോൾ ഈ കപ്പൽ സമുദ്രത്തിൽ സഞ്ചരിക്കൽ അള്ളാഹുവിൻ്റെ നിഅമത്തിനാൽ അല്ലെങ്കിൽ നിഅമത്ത് കൊണ്ട് ആ സഞ്ചാരം അത് അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ദൃശ്യമാകാൻ അല്ലേ? അതിൽ ദൃഷ്ടാന്തങ്ങൾ ആർക്കുണ്ട്? നമ്മളെ ലികുല്ലി സബ്ബാരിൻ. സബർ മേൽവിലാസമാക്കി നന്നായി ക്ഷമിക്കുന്നവൻ, അതേപോലെ തന്നെ ശുക്ർ മേൽവിലാസമാക്കി നന്നായി ശുക്ർ അർപ്പിക്കുന്നവൻ. ആരാണ് ഈ സബ്ബാറും ഷക്കൂറും? ആരായിരിക്കണം സബ്ബാറും ഷക്കൂറും? ആരായിരിക്കണം അല്ലേ? മുഅ്മിനല്ലേ? ഈ സബറും ശുക്റും ഇത് ആരുടെ മേൽവിലാസ? ഒരു വിശ്വാസിയുടേതല്ലേ? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അജബൻ ലി അംറിൻ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം മഹാത്ഭുതം എന്നാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, വിശ്വാസിക്ക് അവൻ്റെ എല്ലാം നന്മയാണ്. ഇൻ അസാബത്തുഹു ബറ അസബർ, വിശ്വാസി അവന് ഞെരുക്കം, പ്രയാസം, ദുരിതം ഏറ്റാൽ അവൻ സബർ ക്ഷമിക്കും. ഫക്കാന ഖൈറൻ ലഹു, അതുകൊണ്ട് പ്രയാസമേറ്റാൽ അത് വിശ്വാസിക്ക് ഗുണമാണ്. വൈൻ അസാബത്തു സറ, ഇനി വിശ്വാസിക്കൊരു ക്ഷേമം, ഒരു ധന്യത, ഐശ്വര്യം, ആശ്വാസം ഇതാണ് ഭവിക്കുന്നത് എങ്കിൽ ശക്കർ, അവനെന്ത് ചെയ്യും? നന്ദി പ്രകാശിപ്പിക്കും, ശുക്ർ അർപ്പിക്കും. ഫക്കാന ഖൈറൻ ലഹു, അതും വിശ്വാസിക്ക് ഗുണമാണ്. അപ്പോൾ നല്ലത് വന്നാലും തീയത് വന്നാലും
ക്ഷാമം വന്നാലും ക്ഷേമം വന്നാലും വിശ്വാസിക്ക് ഗുണമാണ്. ഒന്നുകിൽ വിശ്വാസി സബറ് കൊണ്ട് പ്രതികരിക്കും, അല്ലെങ്കിൽ ശുക്ർ കൊണ്ട് പ്രതികരിക്കും. അപ്പോൾ ഈ സബറ് ശുക്ർ എന്നുള്ളത് എന്താണ്? വിശ്വാസിൻ്റെ ഗുണമാണ്, വിശ്വാസിയുടെ ഗുണമാണ്. നമ്മുടെ ദീനിൻ്റെ പകുതി സബറും അതിന് മറ്റേ പകുതി ശുക്റും എന്ന് പറയാറുണ്ട്. ഏതായാലും ഈ സബറും ശുക്റും അത് ആരാണ്? അത് മുഅ്മിൻ്റെ ഗുണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വിശ്വാസികൾക്കെല്ലാം ഇതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. വിശ്വാസികൾക്കെല്ലാം ഇതിൽ ദൃഷ്ടാന്തം എന്ന് പറയുന്നത്. പക്ഷെ വിശ്വാസി എന്ന് പറയാതെ വിശ്വാസിയുടെ ഗുണം, വിശ്വാസിക്കുണ്ടാകേണ്ട ഗുണം, അതാണ് ഇതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. സബ്ബാറായി ഷക്കൂറായി, അങ്ങനെയാണ് വിശ്വാസി. അവർക്ക് ദൃഷ്ടാന്തം ഉണ്ട് എന്നാണ് പറഞ്ഞത്. ശരി. പിന്നെ ഇപ്പം ഒരു ലോകമഹാത്ഭുതം അത് ദൃശ്യമാകുമ്പോൾ അതിൽ ഒരു സൃഷ്ടാവിനെ, ഒരു അനുഗ്രഹദാതാവിനെ, ശക്തനായ ഒരു ഉടമയെ കാണണം എന്നുണ്ടെങ്കിൽ, വായിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ക്ഷമ വേണം, അല്പം അല്ലേ? ക്ഷമ വേണം. അത് ദൃശ്യമായിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹദാതാവിനെ നന്ദിയിൽ സ്മരിക്കുവാൻ എന്ത് വേണം? ശുക്റും വേണം, അല്ലേ? അപ്പം അങ്ങനെയുള്ളവർക്കേ ഇതിൽ ദൃഷ്ടാന്തമുള്ളൂ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യംഗ്യമായി വിശ്വാസിയെ വിശേഷിപ്പിക്കുന്നു, വ്യംഗ്യമായി അവിശ്വാസിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. വ്യംഗ്യമായി, അല്ലേ? എങ്ങനെയത്? വ്യംഗ്യമായി വിശ്വാസിയെ വിശേഷിപ്പിക്കണം എങ്ങനെയാണ്? ലിക്കുല്ലി സബ്ബാരിൻ ഷക്കൂർ എന്നുള്ള പറഞ്ഞു, അല്ലേ? വിശ്വാസിക്ക് അള്ളാഹു, വിശ്വാസി മുഅ്മിൻ എന്ന് പറയാതെ സബ്ബാർ ഷക്കൂർ എന്ന് പറഞ്ഞു. അപ്പോൾ വ്യംഗ്യമായി വിശ്വാസി സബ്ബാറാണ് ഷക്കൂറാണ് എന്ന് പറഞ്ഞു. അവിശ്വാസി, വ്യംഗ്യമായിട്ട് അവിശ്വാസി എങ്ങനെയാണ് അള്ളാഹു കുറ്റപ്പെടുത്തിയത് പറഞ്ഞേ? പിന്നെ ഇതിൽ ദൃഷ്ടാന്തം ഇവർക്കാണ് പറഞ്ഞത്. അപ്പോൾ അവിശ്വാസിക്ക് ഇതിൽ ദൃഷ്ടാന്തമല്ല. അപ്പം അക്ഷമയും നിന്നയും, അക്ഷമ, നിന്ന, നന്ദികേട്, ഇതാരുടേതാണ്? അത് കുഫറിൻ്റെ സ്വഭാവമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വ്യംഗ്യനിരേണ ഉണർത്തുകയാണ്. അത് ചില തഫ്സീറുകൾ പ്രത്യേകം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഉണർത്തിയിട്ടുണ്ട്. അലാ കുല്ലി അലം തറ അന്നൽ ഫുൽക തജ്രി ഫിൽ ബഹരി ബിനിഅമത്തില്ലാഹി ലിയുരിയകും മിൻ ആയാതി ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ഷക്കൂർ. ഇനി അതിൽ തുടർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഇദാ ഗശിയഹും മൗജുൻ കബ്ബുലൻ ദഅു അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഫമിൻഹും മുഖ്തസിദ് വമാ യജ്ഹദു ബിആയാതിനാ ഇല്ലാ കുല്ലു ഖത്താരിൻ കഫൂർ. വഇദാ ഗശിയഹും, എന്താ ഗശിയ എന്ന് പറഞ്ഞാൽ? ഗശിയ എന്ന് പറഞ്ഞാൽ ഗത്ത, മൂടി, പൊതിഞ്ഞു. ഗശിയ എന്നാ ഗത്ത, പൊതിഞ്ഞു എന്നർത്ഥത്തിൽ, മൂടി, പൊതിഞ്ഞു. ഗത്ത. ഹൽ അതാക ഹദീസുൽ ഗാശിയ, ഈ ഗാശിയ പരലോകത്തിൻ്റെ ഭീതിയും ഭയാനകതയും എല്ലാവരെയും പൊതിയും. അതുകൊണ്ടാണ് പരലോകത്തിന് ഗാശിയത്ത് എന്ന പേര്, ഗാശിയ. ഇവിടെ വഇദാ ഗശിയഹും, അവരെ പൊതിഞ്ഞാൽ, മൂടിയാൽ, അവരെ മൂടിയാൽ. ആര് മൂടിയാൽ? മൗജുൻ, മൗജ്, മൗജുൻ എന്ന് പറഞ്ഞാൽ അതാണ് തിരമാല. മൗജുൻ അംവാജ്, മൗജ് അംവാജ്, തിരമാല, തിരമാലകൾ. പിന്നെ തിരമാല എന്ന് പറഞ്ഞാൽ അതിങ്ങനെയുള്ള കബ്ബുലലി, കബ്ബുലലി, ബുലൻ, എന്താ ബുലൻ? ബുല്ലത്തുൻ എന്നതിൻ്റെ ബഹുവചനാണ് ബുലൻ, ബുല്ലത്ത്. ബുല്ലത്ത് പോലെ തിരമാല അവരെ മൂടിയാൽ. ദഅു അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ദഅു, ദഅു എന്ന് പറഞ്ഞാൽ അവർ ദുആ ചെയ്യും, അവർ വിളിക്കും. അള്ളാഹുവിനെ മുഖ്ലിസീന ലഹുദ്ദീൻ, ദീനിനെ അവന് പ്രത്യേകമാക്കുന്നവരായി. ആ അവസ്ഥയിൽ ദീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ദീൻ എന്നുണ്ടെങ്കിൽ വിധേയത്വം എന്നർത്ഥത്തിൽ, താഴത്തെ എന്നർത്ഥത്തിൽ. ഈ ദാന എന്ന ക്രിയ,
ബി പ്രയോഗിക്കും, ദാന ലഹു പ്രയോഗിക്കും. ദാന ബി എന്നുണ്ടെങ്കിൽ പ്രതിഫലം നൽകണീനാ പറയാം, പ്രതിഫലം നൽകുക. അതുകൊണ്ടാണ് അദ്ദീൻ എന്നുള്ളതിന് ചിലപ്പോൾ പ്രതിഫലം എന്നർത്ഥം പറയുന്നത്. മാലിക് യൗമി ദീൻ, അവിടെ എന്താ യൗമുദ്ദീനിൻ്റെ ഉടമസ്ഥൻ, അവിടെ പ്രതിഫലം എന്നർത്ഥം, പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥൻ. അവിടെ പ്രതിഫലം എന്നറിയാൻ കാരണം അവിടെ ദീൻ ഈ ദീനാണ്. ദാന ലഹു എന്ന് പറയും. ദാന ലഹു എന്ന് പറഞ്ഞാൽ വിധേയത്വം പുലർത്തി, വിധേയത്വം പുലർത്തി, വിധേയത്വം കാണിച്ചു എന്നർത്ഥത്തിൽ. അപ്പോൾ അദ്ദീൻ അവിടെയാണത് താഴത്ത് വിധേയത്വം എന്നർത്ഥത്തിൽ വരുന്നത്. ദീൻ പല ആശയങ്ങൾക്ക് വിപുലമായ കുറേ പ്രയോഗങ്ങൾക്ക് വരും. പക്ഷെ അതിനോട് ചുരുക്കി പറയാം. ദാനലഹു, അപ്പം ദീൻ എന്ന് പറഞ്ഞെങ്കിൽ താഴ്ച വിധേയത്വം. അതുകൊണ്ടാണ് ഇവിടെ വിധേയത്വം അള്ളാഹുവിന് മാത്രമാക്കിയവരായി അള്ളാഹുവിനോട് ദുആ ചെയ്യുമെന്ന് പറയുന്നത്. നമുക്ക് പറയാം. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഫമിൻഹും മുഖ്തസിദ് വമാ യജ്ഹദു ബിആയാതിനാ ഇല്ലാ കുല്ലു ഖത്താരിൻ കഫൂർ. ഫലമ്മാ നജ്ജാഹും, നജ്ജാഹും നജ്ജ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തി, നജ്ജാഹും അവരെ രക്ഷപ്പെടുത്തി, അവരെ രക്ഷപ്പെടുത്തി. ലമ്മാ നജ്ജാഹും അവരെ രക്ഷപ്പെടുത്തിയാൽ, രക്ഷപ്പെടുത്തുമ്പോൾ എന്നൊക്കെ അർത്ഥം. ഇലൽ ബർ, ബർ എന്ന് പറഞ്ഞാൽ ബർ കര. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഫമിൻഹും മുഖ്തസിദ്, ഫമിൻഹും മുഖ്തസിദ് എന്താ ഫമിൻഹും അവരിലുണ്ട്, മുഖ്തസിദുൻ മുഖ്തസിദ്. ഇവിടെ ഈ ആയത്ത് നമ്മൾ പിന്നെ സൂറത്ത് ലുഖ്മാൻ എന്നവരുടെ വസീയത്തുകളൊക്കെ ഹിക്മത്തുകളൊക്കെ അള്ളാഹു കൊണ്ടുവന്നത് പിന്നെ ആരുടെ വിഷയത്തിലാണ്? മക്കയിലെ ബൗദ്ധ വിശ്വാസികളും കുഫാറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും വിശുദ്ധ ഖുർആനോടും പുലർത്തിയ ചില പിന്നെ ഈ നിലപാടുകളെ തിരുത്താനാണ്, അല്ലെ, അവരെ വിമർശിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ആയത്തിൻ്റെ കോർവയിൽ മക്കയിലെ ബൗദ്ധ വിശ്വാസികളും കുഫാറുമാണ് വിഷയം. അവരെയാണ് എന്ത് ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇതിലൂടെയൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വൈദാ ഗശിയഹും അവരെ മൂടിയാൽ എന്നാണ്. ഈ അവർ എന്നുള്ളത് ആരാ? ഈ പറയപ്പെടുന്ന പ്രവണത ആരുടേതാണോ അവരാണ്, അത് മക്കയിലെ ബൗദ്ധ വിശ്വാസികളാണ്. അപ്പോൾ വൈദാ ഗശിയഹും എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് അവരെ മൂടിയാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിക്കുന്ന, വിശുദ്ധ ഖുർആനിനെ വിമർശിക്കുന്ന ആ അവിശ്വാസികൾ അവരെ മൂടിയാൽ, മൗജുൻ തിരമാല മൂടിയാൽ. എങ്ങനെ മൂടിയാൽ? ബുലൽ, ബുലൽ പോലെ. ബുലൽ എന്ന് പറഞ്ഞാൽ ദുല്ലത്ത്. ദുല്ലത്തുണ്ടെങ്കിൽ യൗമുദ്ദുല്ലല്ലേ, യൗമുദ്ദുല്ല. ഫഅഖദഹും അദാബു യൗമിദ്ദുല്ല. ദുല്ലത്തിൻ്റെ അദാബ് അവരെ പിടികൂടിയതാണ്. ആരെ പിടികൂടിയത്? ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖൗമായ അസ്ഹാബുൽ ഐക്ക അല്ലെങ്കിൽ മദിയൻ നിവാസികൾ. അസ്ഹാബുൽ ഐക്കയും മദിയൻ നിവാസികളും. വൈല മദിയന അഖാഹും ഷുഐബ, അല്ലെ, അസ്ഹാബുൽ ഐക്കത്ത്. അവരിലേക്കാണ് ദുല്ലത്ത്. എന്താ ദുല്ലത്ത്? തണൽ. വഇദ് നതഖ്നൽ ജബല ഫൗഖഹും കഅന്നഹു ദുല്ലത്തുൻ എന്നാണ്. വഇദ് നതഖ്നൽ ജബല ഫൗഖഹും, പർവ്വതത്തെ നാം അടർത്തിയെടുത്തു. വഇദ് നതഖ്നൽ ജബല ഫൗഖഹും അവരുടെ മീതെ. കഅന്നഹു ദുല്ലത്തുൻ, അതൊരു ദുല്ലത്ത് പോലെ അവർക്ക് അനുഭവപ്പെട്ടു എന്ന് പറയുന്നു. ആരെ കുറിച്ചാണ്? വഇദ് നതഖ്നൽ ജബല ഫൗഖഹും കഅന്നഹു ദുല്ലത്തു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത ഇസ്രായേലിയർക്കൊക്കെ കണ്ണ് കാണണം. പഠിച്ചവനെ വരെ അരിന അള്ളാഹ ജഹറത്തൻ, അള്ളാഹിനെ വരെ ഇങ്ങനെ അവർക്ക് പരസ്യമായിട്ട് കാണണം എന്നെങ്കിലും ഒരു വിശ്വസിക്കും, അങ്ങനെ പറയാം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ തൂർ പർവ്വതത്തെ അവരുടെ മുകളിൽ ഉണ്ടല്ലോ ഉയർത്തിയിട്ട് അങ്ങനെയാണ് അവരോട് കരാറ് വാങ്ങിയത്. അള്ളാഹ്ക്ക് കരാറ് വാങ്ങാൻ ഇതിനൊന്നും ആവശ്യമില്ല, നേരിട്ട് അവരോട് കരാറ് വാങ്ങാം. പക്ഷേ ഇവർ ഇതിൻ്റെ സ്വഭാവമായത് കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പർവ്വതത്തെ അവരുടെ തലൻ്റെ മുകളിൽ ഇങ്ങനെ പിടിച്ചിളക്കി. അത് കഅന്നഹു വാഖിഉൻ ബിഹി എന്നാണ്, അവരുടെ തലൻ്റെ മുകളിൽ വീഴും ഇതാണ് നിൽക്കുന്നത്. എന്നിട്ടാണ് എന്ത് ചെയ്തത്? ഇസ്രായേലിയരോട് കരാറ് വാങ്ങിയത്. അങ്ങനത്തെ ഒരു ടീമാ കരാറ് വാങ്ങി. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. വഇദ് നതഖ്നൽ ജബല ഫൗഖഹും കഅന്നഹു ദുല്ലത്തുൻ, പർവ്വതത്തെ നാം അവരുടെ മുകളിൽ ഇങ്ങനെ ഉയർത്തി പിടിച്ചു. കഅന്നഹു ദുല്ലത്തുൻ, അതൊരു ദുല്ലത്ത് പോലെ. ദുല്ലത്ത് എന്നാൽ കാർമേഘം, മുഖിൽ കാർമേഘം.
തലിൻ്റെ മുകളിൽ ഇങ്ങനെ ചലിക്കല്ലേ, സഞ്ചരിക്കല്ലേ. അതേപോലെയാണ് ആ ഒരു പർവ്വതത്തെ കാണുന്നത്. കാർമേഘമൊക്കെ ചലിച്ചാലും പിന്നെ മഴയായിട്ട് പെയ്തോളുന്നൊക്കെ. പക്ഷെ ഇതിൽ ഒരു മല നിന്ന് ഇളകിയാൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പം ഞങ്ങളെ തലിൻ്റെ മുകളിലേക്ക് വീഴുമെന്ന പേടി ഉണ്ടാവില്ലേ? അതാണ് അവിടെ ദുല്ലത്തുൻ എന്നാ പറഞ്ഞത്, കാർമേഘം. അതേപോലെയാണ് യൗമുദ്ദുല്ല. ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയെ അള്ളാഹു ദുല്ലത്ത് കൊണ്ടാണ് സൃഷ്ടിച്ചത്. ദുല്ലത്തിൻ്റെ അദാബ് യൗമുദ്ദുല്ല, ദുല്ലത്തിൻ്റെ ദിവസത്തിലെ അദാബ് കൊണ്ട് സൃഷ്ടിച്ചു എന്നാണ്. ആ അദാബ്, ആ ദിവസത്തിൻ്റെ അദാബ് കൊടിയ അദാബായിരുന്നു അള്ളാഹ് പറയുന്നുണ്ട് സൂറത്ത് ഷുആറയിൽ. എന്താ ഷുഐബ് നബിൻ്റെ ജനത എങ്ങനെയാണ് സൃഷ്ടിച്ചത്? അള്ളാഹ് പറയാണ്, അല്ലദീന കദ്ദബൂ ശുഐബൻ കഅൻ ലം യഗ്നൗ ഫീഹാ അല്ലദീന കദ്ദബൂ ശുഐബൻ കാനൂ ഹുമുൽ ഖാസിരീൻ എന്നാണ്. കഅൻ ലം യഗ്നൗ ഫീഹാ എന്നാണ്. അവിടെ അങ്ങനെ ഒരാളുകൾ പാർത്തിട്ടില്ലാത്ത വിധം അങ്ങനെയാണ് ശിക്ഷ വന്നത്. അതാണ് യൗമുദ്ദുല്ലയുടെ ശിക്ഷ. അദാബ് യൗമുദ്ദുല്ല എന്ന് പറഞ്ഞാൽ ആ ശിക്ഷ അതാണ്. ആ ശിക്ഷ വന്നിട്ട് ഒരു വലിയ പുരുഷാരം, ഒരു ജനവിഭാഗം പാർത്ത നാട്ടിൽ അങ്ങനെ ഒരു ടീം അവിടെ പാർത്തിട്ടില്ലാത്ത വിധം ആയി എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഈ കാർമേഘത്തിൽ നിന്ന് ഇടിവാൾ. അപ്പോൾ അതിൽ തീ ഉണ്ടായിരുന്നു, തീപ്പൊരികളുണ്ടായിരുന്നു, തീ ജ്വാലകളുണ്ടായിരുന്നു, പിന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന വെട്ടം, പിന്നെ ഘോര ശബ്ദം, ഭൂമിക്ക് പ്രകമ്പനം. അതുകൊണ്ടാണ് ഈ ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമിയെ ജനതയെ ബുല്ലത്ത് കൊണ്ടും, ബുല്ലത്ത് എന്ന സായിഖത്ത് ഇടിവാൾ, അള്ളാഹു നമ്മളാക്കാകട്ടെ, നഊദു ബില്ലാഹ്. പിന്നെ സൈഹത്ത് എന്ന് പറഞ്ഞാൽ ഘോര ശബ്ദം. പിന്നെ റജ്ഫത്ത്, ഫഅഖദത്ഹുമുർ റജ്ഫ ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ എന്നാണ്. റജ്ഫത്ത് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പ്രകമ്പനം, ഭൂമി പ്രകമ്പനം കൊണ്ടു ഘോര ശബ്ദം. ഫഅഖദത്ഹുമുസ് സൈഹ, അത് വന്നു. പിന്നെ ഈ തീയും തീപ്പൊരികളും അതേപോലെ തന്നെ ഇടിവാളും അതൊക്കെ ആയിട്ടാണ് ഇത് ഈ കാർമേഘം ശിക്ഷയായി വന്നത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അതാണ് യൗമുദ്ദുല്ലൻ്റെ അദാബ്. ഏതായാലും ബുല്ല അതാണ് ഇവിടെ. അതിൻ്റെ ബഹുവചനാണ് ബുലൻ, കാർമുകിൽ പോലെ. ചിലർ പർവ്വതങ്ങൾ പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാർമുകിൽകൾ പോലെ, കാർമുകിലുണ്ടല്ലോ മാനം മൂടിയാൽ എങ്ങനെ ഒന്നായിട്ട് തലമുകളിൽ വർത്തിക്കൂലെ, അതുപോലെ തിരമാലകൾ അവരെ പൊതിഞ്ഞാൽ, മൂടിയാൽ, ദഅഉല്ലാഹ്, അവർ അള്ളാഹുവിനെ വിളിക്കും, അള്ളാഹിനോട് ദുആ ചെയ്യും. എങ്ങനെ? മുഖ്ലിസീൻ ലഹുദ്ദീൻ. മുഖ്ലിസീൻ എന്ന് പറഞ്ഞാൽ എന്താ? കളങ്കമില്ലാത്തവരായി, കാപട്യമില്ലാത്തവരായി, കലർപ്പില്ലാത്തവരായി, ഷിർക്കിൽ നിന്നുള്ള കലർപ്പില്ലാത്ത അവസ്ഥയിൽ മുഖ്ലിസീന ലഹു, അള്ളാഹുവിന് മുഖ്ലിസീങ്ങളായി. എന്തിനാണ് അള്ളാഹുവിനെ അവർ മുഖ്ലിസീൻ? എന്താ അള്ളാഹുവിനെ അവർ മുഖ്ലിസാക്കുന്നത്? അദ്ദീൻ എന്ന് പറഞ്ഞാൽ വിധേയത്വം. അവരുടെ വിധേയത്വം അള്ളാഹുവിന്, അതിൽ നിഷ്കപടരായി, നിഷ്കളങ്കരായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു വലിയോ നബിയോ ശക്തിയോ വിഗ്രഹമോ ബിംബമോ പുണ്യാളനോ പുണ്യാളത്തി ഇതൊന്നും അവർക്കില്ല. അവരുടെ വിധേയത്വം അത് അള്ളാഹുവിന് മുഖ്ലിസീൻ, കളങ്കരഹിതമായി അവർ വർത്തിച്ചുകൊണ്ടാണ്. ആ അവസ്ഥയിലാണ് അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യാന്ന്. അതാണ് അതിൻ്റെ ചരിത്രം. ഈ ബഹുദൈവ വിശ്വാസികൾ അത് നോക്കി നിങ്ങൾ, ഈ ആളുകൾ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തങ്ങളുടെ റബ്ബാണ് എന്ന് അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അവർക്ക് അള്ളാഹുവിൻ്റെ അൽ ഇലാഹ്, അതിനാണ് പ്രശ്നം. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, കുറേ ഇലാഹുകൾ ഉണ്ടായിരുന്നു, അതിനെ ഒരു ഇലാഹാക്കിയോ എന്നുള്ളത് ചോദിച്ചത്. ഇതിനാണ് പ്രശ്നം. ആരാധിക്കപ്പെടുന്നവൻ ഏകൻ എന്നതാണ് അവർക്ക് പ്രശ്നം. പക്ഷേ റബ്ബ് ഏകൻ എന്നുള്ളതിൽ പ്രശ്നം ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, ആ റബ്ബിൻ്റെ റുബൂബിയത്ത്, അതിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതായിരുന്നു ഇജാബത്തുൽ മുഖ്തർ. എന്താ ഇജാബത്തുൽ മുഖ്തർ? നിർബന്ധിതൻ്റെ വിളിക്കുത്തരം നൽകുക എന്നുള്ളത് ഇജാബത്തുൽ മുഖ്തർ. പിന്നെ നിർബന്ധിതൻ്റെ വിളിക്ക്
ഉത്തരം നൽകുക എന്നുള്ളത് റബ്ബിൻ്റെ പ്രത്യേകതയാണ്. അതേപോലെ തന്നെ ദുരിതബാധിതനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് കശ്ഫുൽ കറം, ഇത് ഈ റബ്ബിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളത് അവർ സമ്മതിച്ചിരുന്നു, അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യണത്, ഇത്തരം സന്ദർഭത്തിൽ അള്ളാഹിനെ വിളിച്ചിരുന്നത്. എങ്ങനെ? മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിനെ റബ്ബാണ് എന്ന് സമ്മതിക്കുമായിരുന്നു. ആ റബ്ബിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് നിർബന്ധിതൻ വിളിച്ചാൽ ഉത്തരം ചെയ്യുക, ദുരിതബാധിതനെ ദുരിതം പോക്കുക. അത് അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തിരുന്നത്, അവർ അള്ളാഹിനെ മാത്രം വിളിച്ചിരുന്നത്. ഈ അഹ്ലുൽ ഫത്ര, എന്താ അഹ്ലുൽ ഫത്ര? ആരാ അഹ്ലുൽ ഫത്ര? ഫത്രത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്ന ആരാ? ഫത്രത്തിൻ്റെ ആളുകൾ ആരാ? ഒരു നബി നിയുക്തമായി മരിച്ചുപോയി, പിന്നെ അടുത്ത നബി നിയുക്തമാകുന്നതിന് ഇടയിലുള്ള കാലം, അതാണ് ഫത്രത്തുൽ വഹി എന്ന്, വഹി നലിച്ച കാലം എന്ന് പറയില്ലേ. അഹ്ലുൽ ഫത്ര എന്ന് പറഞ്ഞെങ്കിൽ അതാണ്, ഒരു നബി വന്നു, അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു പോയി, പിന്നെ അടുത്ത നബി നിയുക്തമാകുന്നതിനുള്ള കാലം, ആ കാലത്തിനിടയിലുള്ള ആളുകൾ, അവർക്കാണ് അഹ്ലുൽ ഫത്ര എന്ന് പറയുന്നത്. അഹ്ലുൽ ഫത്ര ഏറ്റവും പ്രസിദ്ധമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി നിയുക്തമാകുന്നതിന് മുമ്പുള്ള കാലഘട്ടക്കാർ, ജാഹിലിയ കാലഘട്ടം ഉണ്ടല്ലോ, നബി വരുന്നതിന് മുമ്പുള്ള കാലം, അഹ്ലുൽ ഫത്ര. ആ അഹ്ലുൽ ഫത്രയിൽ അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് വിശ്വാസം ഉണ്ടായിരുന്നു. എങ്ങനെ വിശ്വാസം? ഈ വിശ്വാസം, അന്ന് വിശ്വാസം ഉണ്ടായിരുന്നു, പറഞ്ഞ മനസ്സിലണ്ട. അതുകൊണ്ടാണ് പിന്നെ അവരല്ലാഹനെ വിളിച്ചിരുന്നത്. വിപൽ ഘട്ടങ്ങളിലും അസന്നിഗ്ധ ഘട്ടങ്ങളിലും അവർ അള്ളാഹിനെ മാത്രം വിളിച്ചിരുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ഒരു നബി നിയുക്തമാകാതെ അള്ളാഹു എങ്ങനെ ശിക്ഷിക്കുകയില്ല എന്ന് പറയുന്നല്ലോ. വമാ കുന്ന മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല, ഒരു നബി നിയുക്തമാകാതെ ശിക്ഷിക്കൂല എന്ന് പറയുന്നുണ്ട്. നാം ശിക്ഷിക്കുന്നവനല്ല എന്ന്. അതിൻ്റെ ഉദ്ദേശം എന്താ? അതിൻ്റെ ഉദ്ദേശം പരലോകത്ത് ശിക്ഷിക്കൂല എന്നല്ല, പിന്നെയോ ഇവിടെ ശിക്ഷിക്കൂലെന്ന്. ഇവിടെ ആദ് ഗോത്രം, സമൂദ് ഗോത്രം, അസ്ഹാബുൽ ഐക്കത്ത്, ഇവരൊക്കെ ശിക്ഷിക്കപ്പെട്ടില്ല ഒന്നായിട്ട്, ഉന്മൂലനാശത്തിന് വിധേയമായ ആ ശിക്ഷ ഒരു നബിയുടെ നിയോഗം ഉണ്ടാകുന്നവരെ ശിക്ഷിക്കൂല എന്നാണ്. അല്ലാതെ ഇവരൊക്കെ പുണ്യാളന്മാരാണ്, ഈ ബുദ്ധവിശ്വാസികൾ പുണ്യാളരാണ്, അവർ രക്ഷപ്പെടും എന്നുള്ള അർത്ഥത്തിലല്ല. അവർക്ക് പരലോകത്ത് അവർക്ക് ആ ശിക്ഷ ഉണ്ട്, പരലോകത്ത് പറയപ്പെട്ട ശിക്ഷ ഉണ്ട്. പക്ഷേ ഈ ഉന്മൂലനാശം അത് എപ്പോഴാണ് ഉണ്ടാകുക? നബിയുടെ ആഗമനം ഉണ്ടായി, എന്നിട്ട് ആ നബി അവരെ കളവാക്കിയിട്ട് അവർ ദുഷ്ടാഠ്യരായി തുടരുമ്പോഴാണ് ശിക്ഷ ഉണ്ടാകുക എന്നുള്ളതാണ് അവിടെ ആയത്ത് അറിയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തമാകുന്നതിന് മുമ്പുള്ള ആളുകൾ അവർക്ക് അള്ളാഹിനെ കുറിച്ച് ബോധ്യം ഉണ്ടായിരുന്നു, വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ആ വിശ്വാസം എങ്ങനെയായിരുന്നു? ഈ രീതിയിലുള്ള വിശ്വാസമായിരുന്നു. ഇന്ന് പല മുസ്ലിമീങ്ങൾക്കും അല്ല, ഈ അഹ്സനികളും മറ്റൊക്കെ ബിരുദധാരികളായി ഇറങ്ങിയിട്ട് ഈ ശിർക്കിൻ്റെ ക്ലാസ് എടുക്കുന്ന ഈ ആളുകളുണ്ടല്ലോ, അവരെക്കാൾ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഈ വിശ്വാസം ഇന്ന് എന്ത് പച്ച ശിർക്കാ പറയണത്, മുശ്രിക്കുകൾ പോലും തോറ്റുപോകുന്ന ശിർക്കാ പറയണത്. ഏത് വിപൽ ഘട്ടത്തിലും എവിടെ പിന്നെ അപകടത്തിൽപ്പെട്ടാലും, എത്ര പിന്നെ അപകടങ്ങളുടെ ആയകൃതത്തിലായെങ്കിലും നിങ്ങൾ പിന്നെ ഷെയ്ഖ് സി എം മടവൂരിനെ വിളിച്ചോളി, അല്ലെങ്കിൽ സി എം മടവൂർ രക്ഷകനാണ്, പിന്നെ അവിടെയൊക്കെ രക്ഷപ്പെടുത്താൻ വായുകൂടും മുമ്പ് ഉത്തരം നൽകാൻ ആൾ റെഡിയാണ്. ഈ രീതിയിൽ ഇന്ന് ആളുകൾ പരിചയപ്പെടുത്തുകയാണ്. പക്ഷെ ആ ജാഹിലിയത്തിൽ ആ ആളുകൾ ഉണ്ടല്ലോ, ഈ പറയപ്പെടുന്ന ആളുകളെക്കാൾ എത്രയോ ഈ വിഷയത്തിൽ ഭേദപ്പെട്ടവരായിരുന്നു എന്ന്. അതുകൊണ്ട് ചില തഫ്സീറുകൾ അത് വളരെ ഗൗരവത്തിൽ കൊടുത്തിട്ടുണ്ട്. അഹ്മദുൽ അമീൻ ഷൻഖീത്തി ഇത്തരം ആയത്തുകളെ വിശദീകരിച്ചിട്ട് അന്നത്തെ മുശ്രിക്കിനെ പറഞ്ഞു, എന്നിട്ട് ഇന്നത്തെ മുശ്രിക്കുകൾ, ഇന്ന് ആധുനികതയിൽ പല മുശ്രിക്കീങ്ങളും ഈ വിഷയങ്ങളിലൊക്കെ ഇവരെക്കാൾ എത്രയോ അധപ്പതിച്ചു പോയി എന്നാണ് പറയുന്നത്. ശരിയാണ്. കാരണം ഇന്നത്തെ ഇപ്പം ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന ഓരോ ഇത് കണ്ടില്ലേ, എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹിനെ കുറിച്ചൊരു വിലയും നിലയും വകവെക്കാതെയാണ് ഓരോ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ ഉള്ള വിഷയങ്ങൾ അല്ലാഹു മുസ്തആൻ. നമുക്ക് അതിൻ്റെ ഒരു ചില ചരിത്രങ്ങളുണ്ട്. മുശ്രിക്കുകൾ
അവരുടെ പിന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ അവരുടെ ആ ഒരു രക്ഷാതേട്ടത്തിൻ്റെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്തിയതിൻ്റെയും അതിൻ്റെ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിച്ചതിൻ്റെയും ഒക്കെ പിന്നെ വിഷയത്തിൽ ജാഹിലിയത്തിൽ അപ്പം അതിൻ്റെ ഒരു വിഷയം അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി പറഞ്ഞിട്ട് വിശദീകരിക്കാൻ വേദിയാണ്. അസ്സലാമു അലൈക്കും.